മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സുസുലോൺ എനർജി എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ്. ഈ കമ്പനിയെക്കുറിച്ച് നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പ്രതികരണമാണ് വന്നിട്ടുള്ളത്. നേരത്തെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അന്ന് വാങ്ങിച്ചവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. അപ്പോൾ ആ സന്തോഷം പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു സുസുലോൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യലാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവർ നമ്മുടെ കൂടെ കൂടുക. ഇത്തരം വീഡിയോസുകളൊക്കെയാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. വാങ്ങിക്കാനോ അക്യുമുലേറ്റ് ചെയ്യാനോ അല്ല എങ്കിൽ വിട്ട് കളയാനോ അല്ല എന്നുള്ളത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് സുസുലോൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഇപ്പം നിലവിൽ അതിനൊരു 54 രൂപ 3 പൈസ എന്ന് പറയുന്ന ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസാണ് കാണിക്കുന്നത്. ഈ ഒരു കമ്പനിക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഒരു എൻഡ് ടു എൻഡ് വിൻഡ് പവർ സൊല്യൂഷൻ കമ്പനിയാണെന്നുള്ളതാണ്. വിൻഡ് ടർബൈൻ ജനറേറ്ററുകൾ, അതുപോലെ തന്നെ പവർ ജനറേറ്ററുകൾ, അനുബന്ധ ഉപകരണങ്ങൾ, ഇതൊക്കെയാണ് കമ്പനി നിർമ്മിച്ചു കൊടുക്കുന്നത്. 111 അധികം കാറ്റാടി ഫാമുകൾ കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 14,490 മെഗാവാട്ടിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയും കമ്പനിക്കുണ്ട്. 72,278 കോടി രൂപയാണ് വിപണി മൂല്യം. നിലവിൽ 54 രൂപ 0.3 പൈസയാണ് കമ്പനിയുടെ വില എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് പോലെ. ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഒരു ലോ ലെവൽ, ഇന്നത്തെ ലോ ലെവൽ എന്ന് പറയുന്നത് 53 രൂപ 30 പൈസ വരെ താണിട്ടുണ്ട്. ഹൈ എൻഡിൽ പോയിട്ടുള്ളത് 55 രൂപ 67 പൈസയാണ്. ഇവിടെ ഒരു നല്ലൊരു മാറ്റം നമ്മൾ കാണാനില്ലെങ്കിൽ പോലും നല്ല രീതിക്ക് അഥവാ ഹെവി ക്വാണ്ടിറ്റി എടുത്ത ആൾക്ക് 2 രൂപയുടെ മാറ്റം വരുമ്പം നല്ല ഒരു പൈസ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സുസുലോൺ കമ്പനിക്ക് നല്ല മാർക്കുണ്ട് എന്നുള്ളത് തന്നെ നമുക്കറിയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ ഇത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റോക്ക് ചെയ്യുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ്. അവരുടെ സാമ്പത്തിക ശേഷിയും ഫണ്ട് പെട്ടെന്നൊന്നും വേണ്ട എന്നുള്ള നിലക്ക് ആ ഫണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതായ ഒരു രീതിക്കുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഒരുപാട് ആളുകൾ വാങ്ങിച്ചു വെച്ചതുകൊണ്ട് നമ്മളും കൂടെ വാങ്ങിക്കുന്നു എന്നതിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ക്യാഷ് എപ്പോഴാണ് ആവശ്യം എന്നുള്ളത് നോക്കുക. എന്നിട്ട് മാത്രം ഇത്തരം പെന്നി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു കൊല്ലത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 52 വീക്ക് ലോ വന്നിട്ടുള്ളത് 16 രൂപ 65 പൈസയാണ്. നല്ല ഒരു മാറ്റമാണ് ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. 52 വീക്കിൽ ഹൈ പോയിട്ടുള്ളത് 55 രൂപ 70 പൈസയാണ്. അപ്പോൾ 16 രൂപ 65 പൈസയിൽ നിന്ന് 52 വീക്കിലെ കണക്കിൽ ഹൈ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കാണുന്നത് 55 രൂപ 70 പൈസ. അപ്പോൾ ഏറെക്കുറെ ഈ ഒരു കാലയളവിൽ ജോയിൻ ചെയ്ത് അതിൽ ഹോൾഡ് ചെയ്ത് നല്ല ക്ഷമയോടെ കാത്തിരുന്ന ആൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സ്കെയിൽ കാണുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പം വാങ്ങിച്ച താഴോട്ട് പോകുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മാർക്കറ്റ് ഒന്നുകൂടി താഴെപ്പോട്ട് കയറി വരുന്നതാണെങ്കിൽ സുസുലോണും താഴെപ്പോട്ട് തിരിച്ച് കയറി വരും. അപ്പം നമ്മളുടെ ഒരു ധാരണ ഉണ്ട്, ഇനിയിപ്പം വാങ്ങിയിട്ട് എന്താ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വാങ്ങാം, താഴേക്ക് വരുമല്ലോ. അത് വെറുതെയാണ്. നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലല്ലോ. അപ്പം നമ്മൾ ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടെ ചെയ്താലേ എന്തെങ്കിലും മാർക്കറ്റിന് സംവിധാനിക്കാൻ കഴിയുള്ളൂ. ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമുക്കൊരു ചിത്രം വ്യക്തമാകും. ഫണ്ടമെൻ്റൽ സൈഡ് നമ്മൾ നോക്കാറുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ സുസുലോൻ്റെത് 72,331 ക്രോറാണുള്ളത്. പി റഷ്യോ നോക്കുകയാണെങ്കിൽ 109.22 കാണിക്കുന്നുണ്ട്. പി ബി റഷ്യോ നോക്കുകയാണെങ്കിൽ 18.54 ഇൻഡസ്ട്രി പി ഇ റഷ്യോ 91.36 കാണിക്കുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.04 അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കടം ഇല്ല എന്നോ അല്ല കടം വളരെ ചുരുങ്ങിയതാണ് എന്നോ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ROE 16.84%. EPS TTM ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 0.49. ഡിവിഡൻഡ് ഈൽഡ് 0 ആണ്. ബുക്ക് വാല്യൂ വരുന്നത് 2 രൂപ 89 പൈസയാണ്. അതുപോലെ ഫേസ് വാല്യൂ 2 രൂപയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കാം. അതൊരു 3 മാസത്തെ കണക്ക് കൊടുക്കാം, ഓരോ വർഷത്തെ കണക്കും നോക്കാം. 2023 മാർച്ച് ക്വാർട്ടറിൽ കമ്പനിക്ക് ഉണ്ടായിരുന്ന റവന്യൂ 1,700 ക്രോറാണ്. മാർച്ച് ക്വാർട്ടറിൽ കഴിഞ്ഞു. ജൂൺ ക്വാർട്ടറിൽ 2023 കമ്പനിക്ക് വന്നിട്ടുള്ളത് അല്പം ഡൗൺഗ്രേഡാണ്. അഥവാ 1,362 റവന്യൂ ചുരുങ്ങിയിട്ടുണ്ട്. 2023 സെപ്റ്റംബർ പാദത്തിൽ 1,429 കോടിയായിട്ട് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഡിസംബറിലേക്ക് വരുമ്പോൾ അഥവാ 2023 ഡിസംബർ ക്വാർട്ടറിൽ പരിശോധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻക്രീസ് ആയിട്ടുണ്ട്. 1570 കോടി രൂപയിലേക്ക് റവന്യൂ എത്തിയിട്ടുണ്ട്.
അവസാനം നമുക്ക് മാർച്ച് 2024 മാർച്ചാണ് അവസാനത്തെ ക്വാർട്ടർ. അതിൽ നമ്മളുടെ കമ്പനി അഥവാ സ്വിറ്റ്സർലൻഡ് നല്ല ഒരു മിറാക്കിളായിട്ടുള്ള ഒരു വർധനവ് കാണിക്കുന്നുണ്ട്. 2207 കോടി രൂപ റവന്യൂ ആയിട്ട് അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അഥവാ 2023 1700 കോടിയാണെങ്കിൽ 2024 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 2207 കോടിയിലേക്ക് അവർക്ക് ഈ ഒരു റവന്യൂ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ റവന്യൂയുടെ കാര്യം തന്നെ ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൊല്ലാടിസ്ഥാനത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ ഇയർ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. 2019, 20, 21, 22, 23 ഈ കാലയളവിൽ കമ്പനിയുടെ റവന്യൂ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 2019 5075 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. 2020 ഒരു വർഷം കഴിയുമ്പോൾ അത് 2000 കോടി അല്ലെങ്കിൽ 2000 ചില്ലറ കോടി കുറഞ്ഞിട്ട് 3000ലേക്ക് ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട്. 2021 തദൈവ കാര്യങ്ങളൊക്കെ വലിയ മെച്ചങ്ങളൊന്നുമില്ല. 3366 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. പക്ഷേ 2022 ആണ്ടിലേക്ക് എത്തുമ്പം 6604 കോടി രൂപ. 2019 5075 കോടിയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം 2022 6604 കോടി രൂപ റവന്യൂ ഭാഗത്തിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2023 വരുമ്പം 5990 കോടി രൂപയാണ് അവസാനമായിട്ട് അവർക്ക് ഒരു സ്റ്റാൻഡായിട്ട് നിർത്താൻ പറ്റിയിട്ടുള്ളത്. ഇതാണ് വാർഷിക അടിസ്ഥാനത്തിൽ റവന്യൂ കമ്പനിയുടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി പ്രോഫിറ്റാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. കമ്പനിക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്ര സുഖകരമല്ല. നമ്മൾ കാണുന്നത് പോലെ 2019 മൈനസാണ് 1531 കോടി രൂപ. അതേപോലെ തന്നെ ഒന്നുകൂടിയും ആ ഒരു പ്രോഫിറ്റ് ലോസ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് 2020 വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ആ സമയത്ത് കൊറോണ ഇവിടെ നിലവിലുണ്ടായിരുന്നു എന്നുള്ളത്. 2020 ആണ്ടിൽ മൈനസാണ് 2691 കോടി രൂപ. അതിൽ നിന്ന് മെല്ലെ റിക്കവറി ആയിട്ട് 2021 എത്തിയപ്പം 100 കോടി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2022 എത്തുമ്പം വീണ്ടും താഴേക്ക് പോയി 166 കോടി രൂപ മൈനസ് ആയിട്ടുണ്ട്. അതെല്ലാം കൂടി ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ കമ്പനി നേരെ മലക്കം മറിഞ്ഞ ഒരു ചിത്രമാണ് നമ്മൾ ഈ ചാർട്ടിൽ കാണുന്നത്. 2023 എത്തുമ്പം കമ്പനിയുടെ എല്ലാ സംഗതികളും വ്യത്യസ്തമാണെന്നുള്ള അറിയിച്ചുകൊണ്ട് 2887 കോടി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നെറ്റ് വർത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നെറ്റ് വർത്തും നേരത്തെ പറഞ്ഞതുപോലെ കൊറോണ കാലം അത്ര സുഖകരമല്ല. 2019 മൈനസായിട്ട് 8503 രൂപയാണ് നെറ്റ് വർത്തായിട്ട് പോയത്, മൈനസായിട്ട് പോയത്. അതേപോലെ 2020 വരുമ്പം 11,042 കോടി രൂപ മൈനസാണ്. 2021 കരകയറാൻ സാധിച്ചിട്ടില്ല. 3401 കോടി രൂപയ്ക്ക് ചുരുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് മൈനസ്. അതേപോലെ 2022 ചുരുക്കാൻ കഴിഞ്ഞിട്ടില്ല, കുറച്ച് കൂടുതൽ മൈനസിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. 3562 കോടി രൂപ മൈനസാണ് കാണിച്ചത്. പിന്നെ അവർക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ളത് നെറ്റ് വർത്തിൻ്റെ കാര്യത്തിൽ 2023 1099 കോടി രൂപയുടെ നെറ്റ് വർത്ത് 2023 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഷെയർ ഹോൾഡിംഗ്. ഈ കമ്പനിയിൽ ആരൊക്കെ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്, നമുക്കിത് എടുക്കണോ, നമ്മളെപ്പോലെ മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടോ, എടുത്തവരുണ്ടോ എന്നൊക്കെ അറിയിക്കുന്ന ഒരു ചാർട്ടാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റീറ്റെയിൽ അതേഴ്സ് നമ്മളെപ്പോലത്തെയും അതുപോലെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിക്ക് ട്രേഡ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ കയ്യിലുള്ളത് 60.85% ഈ ഒരു സ്റ്റോക്കുള്ളത്, ഈ കമ്പനിയുടെ സ്റ്റോക്കുള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ വിദേശ നിക്ഷേപ കമ്പനികളിലുള്ളത് 19.57% ഉണ്ട്. കുഴപ്പമില്ലാത്ത ഒരു ഫിഗറാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ താരതമ്യേന കുറവാണ്, 13.29%. എന്താണ് പ്രൊമോട്ടേഴ്സ്? ബിസിനസ്സിന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, കമ്പനി ഓണേഴ്സാണ് ഇവിടെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളത് 4.44%. മ്യൂച്വൽ ഫണ്ടുകാർ 1.86% സൂക്ഷിക്കുന്നുണ്ട്. ഈ ഒരു കമ്പനിയുടെ ചിത്രം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വ്യക്തമാകും നമ്മൾ വാങ്ങിക്കണോ വേണ്ടയോ, കടമുണ്ടോ ഇല്ലേ, ഇനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം ഇതെങ്കിലും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു കമ്പനിയുടെ ചെറിയ രൂപത്തിലൊരു മിനിയേച്ചർ പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ.
ഉള്ളൂ. താല്പര്യമുള്ളവർ ഫോളോ അപ്പ് ചെയ്യുക. നമ്മുടെ അതുപോലെ നമ്മുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓപ്പൺ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു പ്രതീക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല ഒരു താരതമ്യേന മെച്ചമുണ്ട് എന്നുള്ള സ്റ്റോക്കുകളെക്കുറിച്ച് നമുക്കൊരു വീഡിയോ കൂടി ചെയ്യാം. അത്യാവശ്യം തിരക്കേടില്ല എന്ന് കണ്ടിട്ട് മനസ്സിലാകുന്നത്. ആ വീഡിയോയിലേക്ക് വെയിറ്റ് ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.